Ladies and gentlemen, boys and girls, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ഞാനിപ്പോൾ നിൽക്കുന്നത് പുരട്சி തലവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ സ്റ്റേഷൻ ചെന്നൈയിലാണ്. നമ്മളിവിടെ നിന്ന് തിരിച്ചുള്ള യാത്ര തുടങ്ങാൻ പോകണം. ഞാൻ അല്പം മുമ്പ്, അതായത് 2-3 മണിക്കൂർ മുമ്പ് 22208 തിരുവനന്തപുരം ചെന്നൈ AC സൂപ്പർ ഫാസ്റ്റിന് എത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള യാത്ര. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റേഷന് പുറത്തുനിന്നൊരു ഇൻട്രോ വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നല്ല മഴ, നല്ല ശക്തമായ മഴയാണ് പുറത്ത്. അതുകൊണ്ട് എനിക്ക് ചെന്നൈയിൽ എത്തിയിട്ട് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ പുറത്തിറങ്ങാനേ പറ്റിയില്ല. നല്ല മഴയായിരുന്നു വന്നപ്പോൾ മുതൽ. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ബോർഡിലുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇത്രയും ആൾക്കാർ ഇവിടെ ഡിപ്പാർച്ചറിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ കണ്ടുപിടിക്കാനാണ് ബോർഡ് നോക്കിയിരിക്കുന്നത്. പക്ഷേ ബോർഡിൽ അവർ അറൈവൽസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട്. ഇപ്പോൾ ഡിപ്പാർച്ചേഴ്സ് കാണിച്ചു. നമ്മുടെ ട്രെയിന് 14:15 പുറപ്പെടും. കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 സാധാരണ ഇത് എപ്പോഴും 3 പോകുന്നത്, ഇന്ന് 1 പോകുന്നത്. നമുക്കെന്നാൽ പതുക്കെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. പ്ലാറ്റ്ഫോം നമ്പർ 1 പോകാം. ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ വന്നിറങ്ങിയത് പ്ലാറ്റ്ഫോം നമ്പർ 1 അതേ പ്ലാറ്റ്ഫോമിലാണ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നത്. ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം 7 സൈഡിലാണ്. നല്ല മഴ ഇവിടെ. ഈ റൈറ്റിൽ കാണുന്ന ട്രെയിൻ ജസ്റ്റ് വന്നിട്ട് കളഞ്ഞു. യാത്രക്കാർ ഇപ്പോഴും ഇറങ്ങി വരുന്നുണ്ട്. ഏതാ വണ്ടി തന്നെ ഞാൻ നോക്കിയില്ല. നല്ല അടിപൊളി മഴയാണ്. ശക്തിയില്ല, പക്ഷേ നിന്ന് പെയ്തുകൊണ്ടിരിക്കുക, വെള്ളമുണ്ട്. ഇന്ന് ദീപാവലി ദിവസമാണ്. ദീപാവലി ദിവസമായിട്ടും തിരക്കിന് വലിയ കുറവൊന്നുമില്ല. നല്ല തിരക്കുണ്ട് സ്റ്റേഷനുള്ളിൽ. പോലീസുകാർ വന്ന് മറ്റേ ക്രൗഡ് കൺട്രോളിന് വേണ്ടി അവിടെയൊക്കെ കയറ് കെട്ടി അടയ്ക്കുകയും ആൾക്കാരെ ക്യൂവിൽ നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം 1 ഇപ്പോൾ പ്ലാറ്റ്ഫോം 6 ഇവിടെ നിന്ന് 1 നടക്കട്ടെ. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 3. സാധാരണഗതിയിൽ പ്ലാറ്റ്ഫോം നമ്പർ 3 കോയമ്പത്തൂർ വന്ദേ ഭാരത് പോവാറ്. 2A മൈസൂർ വന്ദേ ഭാരതും 3 കോയമ്പത്തൂർ വന്ദേ ഭാരതും. അതാണ് പതിവ്. 2A മൈസൂർ വന്ദേ ഭാരത് ഇറക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി അവനിന്ന് 1 വിട്ടു. ഞാൻ മൈസൂർ വന്ദേ ഭാരത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോകാം. ഈ കിടക്കുന്നത് ചെന്നൈ മൈസൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. വൈകുന്നേരമാണ് ഇത് ഇവിടുന്ന് പോവുക. വൈകുന്നേരം 5:30 മറ്റോ ഒന്ന് പോവാം. അതിന് തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ബംഗളൂരു ശതാബ്ദി എക്സ്പ്രസ് ആണ്. അതും വൈകുന്നേരമാണ് പോകുന്നത്. രണ്ടും തമ്മിൽ എനിക്ക് 10-15 മിനിറ്റ് അങ്ങനെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി, ഈ മൈസൂർ വണ്ടി ഇതായിരുന്നില്ല, ശരിക്കും ഒരു ഓറഞ്ച് കളർ റേക്കായിരുന്നു. ആ റേക്ക് ഇങ്ങോട്ട് നാടകത്തിൽ പോയിട്ടുണ്ട്. അതിന് പകരം നീ വെള്ളം ഓടുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ കിടക്കുന്നതാണ് KSR ബംഗളൂരു MGR ചെന്നൈ സെൻട്രൽ ശതാബ്ദി എക്സ്പ്രസ്. ഇതിൻ്റെ ചെന്നൈ സെൻട്രൽ ബാംഗ്ലൂർ ട്രിപ്പിൽ ഞാൻ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ആ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി 20643 C7. ആ കാണുന്നതാണ് എൻ്റെ കോച്ച്. C7 ഞാൻ. ഇവിടെ വിജയവാഡയുടെ 39381 കിടക്കുന്നു. ഇത് ബാംഗ്ലൂർ ശതാബ്ദി കൊണ്ടുവന്നതാണ്. അപ്പോൾ കറങ്ങി അപ്പുറത്ത് വിടാം. മഴ നിൽക്കുന്നേ ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി 20643 ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. കേരളത്തിലോട്ട് പോകാനുള്ളൊരു നല്ല ഓപ്ഷനാണ് ഈ വണ്ടി. കൂടുതൽ ഡീറ്റെയിൽസ് വണ്ടിക്കകത്ത് കയറിയിട്ട് പറയാം. ഞാൻ ഈ ഫസ്റ്റ് കോച്ച് തന്നെയാണ്, C7. അപ്പോൾ ഫോക്സ് ഈ കാണുന്ന ആദ്യത്തെ കോച്ച് തന്നെയാണ് എൻ്റെ 235282 DTC ആണ്. ഡ്രൈവിംഗ് ട്രെയിലർ കാറ്. അപ്പോൾ അന്ന് ഉള്ളിലോട്ട് കയറിയേക്കാം. ഇൻറ്റീരിയേഴ്സൊക്കെ കാണിക്കാം, എന്നിട്ട് ഡ്രൈവിംഗ് ക്യാബ് കാണാൻ പോകും. ഇതാണ് നമ്മുടെ കോച്ച്. നല്ല പ്രായമുണ്ട്. ഇവിടെ കയറി വന്ന ഈ ആദ്യത്തെ അയൽ സീറ്റ് നമ്പർ 2 ആണ് എൻ്റെ. ഇതാണ് എൻ്റെ സീറ്റ്. അപ്പോൾ നമുക്ക് പോകെ ക്യാപ്ചർ ചെയ്യാൻ ബാക്കി. ഇതൊരു 2023 ബിൽഡ് കോച്ചാണ്. 235282 2023 ബിൽഡ് റേക്കാണ്. 2 വർഷം പഴക്കമുള്ള റേക്കാണ്. 8 കാറിൻ്റെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. നമുക്കൊന്ന് ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ക്യാബും ചുമ്മാ ഒന്ന് കണ്ടിട്ട് വരാം. അതൊരു ചടങ്ങ് പോലെയാണ്. അവിടെ പോയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ റേക്കിന് ലീഡിങ് ഡ്രൈവിംഗ് ക്യാബ്. പ്രായം നല്ലോണം തോന്നിക്കുന്നുണ്ട്. കാര്യമില്ല, ഓരോ പാർട്ടിലെയും ബ്ലൂ കളറിൻ്റെ വ്യത്യാസം കാണാം. സൈഡൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. മെയിൻ്റനൻസ് അത്ര സൂപ്പറൊന്നുമല്ല. പിന്നെ അതുപോലെ POH സമയത്ത് റീപെയിൻറ്റ് ചെയ്തപ്പോൾ അവർ ചെയ്ത പണി കണ്ടോ. ഒരു ഭാഗം മാസ്കിംഗ് ടേപ്പ് വെച്ച് മറച്ചിട്ട് ബാക്കി മാത്രമാണ് അവർ പെയിൻ്റ് അടിച്ചത്. ഇതാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ബാഡ്ജിങ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്. ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയതിൻ്റെ എന്താ പറയുക, വെള്ള കളർ മാറി മഞ്ഞപ്പ് വന്നിട്ടുണ്ട്. എവിടെയുണ്ടത് മഞ്ഞപ്പ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ റേക്കാണ്. 2 വർഷം പഴക്കമുണ്ട്. അതിൻ്റേതായ പ്രായം കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് എങ്ങനെയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്തില്ല. നമുക്ക് തിരിച്ചു പോയിട്ട് ടോയ്ലറ്റും ബാക്കിയൊക്കെ ചെക്ക് ചെയ്യാം. വന്ദേ ഭാരത് അതിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ് കാണുമായിരിക്കും. ഇത് കോയമ്പത്തൂർ ബേസ്ഡ് റേക്കാണ്. സേലം ഡിവിഷൻ്റെ കോയമ്പത്തൂരിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് സ്റ്റാഫ് മലയാളികളുണ്ട്. കാര്യം സേലം ഡിവിഷനകത്ത് ഒത്തിരി സ്റ്റാഫ് മലയാളികളായിരുന്നു. കോയമ്പത്തൂർ ബേസ്ഡ്, പ്രത്യേകിച്ച് കോയമ്പത്തൂർ ബേസിലെ കോച്ചിങ്ങിലുള്ള ഒരുപാട് സ്റ്റാഫ് മലയാളികളാണ്. ഈ കോച്ച് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി വന്നതാണ് ഏപ്രിൽ 2023. ഷെൽ നമ്പർ 26. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഷെല്ലാണ്. അപ്പോൾ 44 പേരാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിൻ്റെ
ഗാലി എന്ന് പറയുന്നത് ഇവിടെയാണ്. ചെറിയ ഗാലിയാണ് ഇതിന്, മറ്റേ കൊണ്ട് അത്രയും വലിപ്പമുള്ള ഗാലിയല്ല, ചെറിയ ഗാലിയാണ്. ആണ് ഇതിൻ്റെ ഗാലി. അപ്പുറത്താണ് ഡ്രൈവിംഗ് ക്യാബ്. നോക്കുന്ന പതുക്കെ നമ്മുടെ കോച്ചിലോട്ട് കയറാം. അപ്പോൾ സീറ്റിൻ്റെ ഒരു ചെറിയ റിവ്യൂ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സീറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് ബാക്ക്. ഇത് പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണെന്ന് തോന്നുന്നു. ഇതാണ് ട്രേ ടേബിൾ മെറ്റലിൻ്റെ ആണ്, വലിയ കുഴപ്പമില്ലാത്ത ട്രേ ടേബിളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ട്രേ ടേബിളാണ്. പിന്നെ ഇതിനകത്ത് മാഗസിൻ പൗച്ചുണ്ട്. പിന്നെ ഇതുണ്ട് ബോട്ടിൽ ഹോൾഡർ ഉണ്ടല്ലോ, റെസ്റ്റിൻ്റെ അടുത്താണ്. നമ്മൾ കാല് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാല് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനോട്ട് ചവിട്ടി വേണം നമ്മൾ നിൽക്കാൻ. ഇതാണ് ഇതിൻ്റെ കുഴപ്പം നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ഡിസൈനിൽ അത് മാറിയിട്ടുണ്ട്. ബാക്കി അതുവഴി സീറ്റ് സാധാരണ ഉള്ള പോലെ തന്നെ, അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. മാനേജബിൾ സീറ്റാണ്. അതല്ലാണ്ട് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ സീറ്റ്. ആക്ച്വലി ഞാൻ സീറ്റ് മാറിയിരിക്കുകയാണ്. എൻ്റെ സീറ്റ് ഒരു ഫാമിലി ഒരുമിച്ചിരിക്കാൻ വേണ്ടി മാറി തരുമെന്ന് വെച്ചപ്പോൾ മാറിയിരുന്നതാണ്. സംഭവം വലിയ കുഴപ്പമില്ല, കംഫർട്ടബിളാണ്. പക്ഷേ ബാക്ക് സപ്പോർട്ട് അത്രയും കൂടെ പോരാ പുതിയതിൻ്റെ പോലെ. ഇതിൻ്റെ ബാക്ക് സപ്പോർട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് കോൺടോർസൊന്നും ഇല്ല ഇതിനകത്ത്, നമ്മുടെ മറ്റ് പുതിയ വന്ദേ ഭാരതിലുള്ള പോലെ. അപ്പോൾ ബാക്ക് സപ്പോർട്ട് അത്ര പോരാ. ബാക്കി അതേഴ്സ് കുഴപ്പമില്ല. ടേക്കൻ ഈ സർവീസിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറയാൻ പോയി കഴിഞ്ഞാൽ, ഇത് ഏപ്രിൽ 2023 ആരംഭിക്കുന്നത്. തമിഴ്നാടിനുള്ളിൽ കംപ്ലീറ്റ്ലി ഓടുന്ന ആദ്യത്തെ വന്ദേ ഭാരത് സർവീസായിരുന്നു ഇത്. 8 കാറിലേക്കായിട്ട് തുടങ്ങിയത്. അന്നത്തെ ഫാസ്റ്റസ്റ്റ് ട്രെയിനായിരുന്നു ഇത് തമിഴ്നാട്ടിലെ വന്ദേ ഭാരതുകൾ. 82 kmph ആണ് എൻഡ് ടു എൻഡ് റണ്ണിങ് ടൈം, എൻഡ് ടു എൻഡ് സ്പീഡ് എന്ന് പറയുന്നത്. ഈ ട്രെയിൻ ഏകദേശം 495 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ടാണ് ഓടി തീർക്കുന്നത്. അത് ഇതിൻ്റെ ഫെയർ എന്ന് പറയുന്നത് 1375 രൂപയാണ് ഇതിന് ചേർക്കാറിൽ. അതിൽ 308 രൂപ കാറ്ററിങ്ങും, എക്സിക്യൂട്ടീവ് ചേർക്കാറിൽ 2500 രൂപയും 369 രൂപ കാറ്ററിംഗ് ചാർജും അങ്ങനെയാണ് വരുന്നത്. അതും ഈവനിങ് സ്നാക്സും അതുപോലെ ഡിന്നറും കിട്ടും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്, വണ്ടി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് സേലമാണ്. അതായത് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 300 ചില്ലറ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് പിന്നെ ചെറവറ സ്റ്റോപ്പ്, പിന്നെ സേലം കഴിഞ്ഞ് ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ ഒക്കെയാണ്. നല്ല രസമുള്ളൊരു ഇതായിരിക്കും. ഇവിടെ ജോലാർപേട്ട വരെ നമുക്ക് 130 kmph, അവിടെ നിന്ന് 110 kmph ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ള സ്പീഡ്. സമയം ഇപ്പോൾ 2:13. നമുക്ക് 2 മിനിറ്റ് കൊണ്ട് പുറപ്പെടാൻ. സ്റ്റാർട്ടറായെന്ന് അറിയില്ല കേട്ടോ. സമയം 2:16 എൻ്റെ വാച്ചിൽ. റെയിൽവേ ക്ലോക്കിൽ 2:15. പക്ഷെ നമുക്ക് ഇതുവരെ ഡോർ അടഞ്ഞിട്ടില്ല. എന്താണോ സംഭവം? സമയം 2:17 നമ്മൾ വിടുകയായി. വണ്ടി വിടുന്നതിന് മുമ്പ് തന്നെ 1 ലിറ്ററിന് വാട്ടർ ബോട്ടിൽ ഇപ്പം ജസ്റ്റ് കൊണ്ടു തന്നു. ഡോർ അടഞ്ഞ പിന്നെ 1 ലിറ്റർ ആക്കിയാലോ. ഇപ്പോൾ നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി ചെന്നൈ സെൻട്രലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സമയം 2:20, 5 മിനിറ്റ് ലേറ്റാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് സേലത്താണ്. 339 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. വൈകുന്നേരം 5:43. അതായത് ബേസിക്കലി ഒരു 3 മണിക്കൂർ 20 മിനിറ്റ് നോൺ സ്റ്റോപ്പ് റണ്ണാണ്. അതിനകത്ത് കുറേ ദൂരം 130-ലും ബാക്കി 110-ലുമാണ്. ശരിക്കും നോൺ സ്റ്റോപ്പായിട്ട് പോയി ഇടയ്ക്ക് എവിടെയെങ്കിലും നിൽക്കുമെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ MGR ചെന്നൈ സെൻട്രലിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. Indian Railways welcomes all passengers boarding from MG Ramachandran Chennai Central Station. ആ കാണുന്നതാണ് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ കോച്ചിങ് ഡിപ്പോ. തിങ്കളാഴ്ച കൊണ്ട് വരുന്നത് വന്ദേ ഭാരതൊന്നും ഉണ്ടാവില്ല. Next
station is ഇത് മൈസൂർ ചെന്നൈ ഇൻ്റർസിറ്റി. ഇത് തിരിച്ച് ലാൽബാഗ് എക്സ്പ്രസ് ആയിട്ട് പോകും. और आरामदायक यात्रा की कामना करता है. ബേസൻ ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തി. Wishes you a happy and comfortable journey. இந்த ரயிலின் பிரதான கதவுகள் நிலையங்களில் இருந்து வருகை மற்றும் புறப்பாடு அடிப்படையில் தானாக திறந்து மூடப்படும். மூடப்பட்ட கதவுகளில் பயணிகள் சாய்ந்து கொள்ள வேண்டாம் என்று கேட்டுக் கொள்ளப்படுகிறார்கள். ഏതാ വണ്ടിന്ന് അറിയില്ല കേട്ടോ. ഏതാ വണ്ടിന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് പറയാം. സ്പീഡ് കയറുന്നുണ്ടോ? കാറിൻ്റെ സ്പീഡ് കയറുന്ന പോലെ. அன்பான பயணிகளே, எங்களின் அதிநவீன மயோவேக்யூம் கழிவறைகளை பயன்படுத்துவதற்கு உங்கள் ஒத்துழைப்பை தருமாறு கேட்டுக்கொள்கிறோம். கழிவறையை பயன்படுத்திய பிறகு ஃப்ளஷ் பொத்தானை அழுத்தவும். மேலும் பாட்டில், பிளாஸ்டிக், நெகிழி பொருட்களையோ அல்லது மக்காத பொருட்களையோ கழிவறை தேய்த்தல் போட வேண்டாம். கழிவறையின் உள்ளேயும் வெளியேயும் உள்ள குறிப்பிட்ட குப்பை தொட்டிகளை பயன்படுத்தவும். உங்கள் முயற்சிகளால் நமது இறைமையில் சுகாதாரத்தையும் தரத்தையும் பராமரிக்க உதவுகிறீர்கள். நன்றி. மேலும் ട്രെയിൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ന്യൂസ് പേപ്പർ വന്നത്. അവിടെ ദിനമലറും ഉണ്ട്, അതുപോലെ ഒരു ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ ചെന്നൈ എഡിഷൻ, ദിനമലറും ചെന്നൈ എഡിഷൻ തന്നെ. പിന്നെ അത് കൂടാതെ സീറ്റ് പോക്കറ്റിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നു, പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു മാഗസീൻ, ഓൺ ബോർഡ് റീഡിങ് മാഗസീൻ. മൊത്തം പരസ്യം. ഞാൻ സാധാരണ അത് വായിക്കാറില്ല. നമ്മൾ ചെന്നൈ കൂടെ അലക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ 1-2 ട്രെയിനിലും കൂടെ ക്രോസ് ചെയ്ത് ഏതൊക്കെ വണ്ടിയൊന്നും ഉരുപ്പിട്ടിയില്ല. ചടയെന്നങ്ങ് പോവില്ല. അപ്പോൾ നമുക്കൊരു ടോയ്ലറ്റ് ടൂർ ചെയ്താലോ? ഇത് വെസ്റ്റേൺ ടോയ്ലറ്റ് ആണ്. എൻ്റെ കൊച്ചല്ല, തൊട്ടടുത്ത കൊച്ചിൻ്റെയാണ്. എയർ ഡ്രയർ, ഹാൻഡ് ഡ്രയർ അങ്ങനെ ഉണ്ട്. സിങ്ക് ഉണ്ട്, ടാപ്പ് മാറി ജാക്വറ ടാപ്പായി. എന്നിട്ട് ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ പോയി. ഇവിടെയൊക്കെ ഡാമേജ് ഒക്കെ കാണാം നമുക്ക്. പിന്നെ മൊത്തത്തിൽ ടോയ്ലറ്റും ഒക്കെ തന്നെ മൊത്തം മഞ്ഞപ്പ കളറും ഒക്കെ ഉണ്ട്. പ്രായം നല്ലോണം കാണുന്നുണ്ട്, പക്ഷെ വൃത്തിയുണ്ട് കേട്ടോ. ഇത് 8 കാർ വന്ദേ ഭാരതുണ്ട്. മിക്കവാറും നമുക്ക് അരക്കോണൊക്കെ നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാര്യം പെട്ടെന്ന് ഇത് മാറുമല്ലോ. തിരുവള്ളൂർ സ്റ്റേഷനെത്തി. ഇവിടെ ഏലഗിരി എക്സ്പ്രസ്സിൻ്റെ റെയിൽ കിടക്കും. ഏലഗിരി എക്സ്പ്രസ് ഇതുവരെ LHB ആയിട്ടില്ല. ഇതൊരു കമ്മ്യൂട്ടർ ട്രെയിനാണ്. ഇതിലാകെ ഒരൊറ്റ റിസർവ്ഡ് കോച്ചുകൾ, അതൊരു AC ചേർക്കാറാണ്. ബാക്കി എല്ലാം നോൺ AC കോച്ചുകളാണ്. തിരുവള്ളൂർ സ്റ്റേഷൻ വഴി അടിച്ച് പറക്കി നമ്മൾ പോകാം. നമ്മൾ മെയിൻ ലൈനിൽ നിന്ന് ഓൾറെഡി ട്രാക്ക് മാറി കഴിഞ്ഞു. തിരുവള്ളൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മാറും കേട്ടോ. നമ്മൾ യൂഷ്വൽ തിരുവല്ലാങ്കാട് എത്തിയിട്ടാണ് മാറുന്നത്. എന്നിട്ട് തിരുവള്ളൂർ ഇത്രയും നേരത്തെ ട്രാക്ക് മാറി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. നമ്മൾ വളരെ നേരത്തെ ട്രാക്ക് മാറി.
അപ്പോൾ അരക്കോണത്തിൽ കൂടെ നമ്മളൊരു പറക്കൽ പറക്കും കേട്ടോ. അരക്കോണത്തിൽ കൂടെ നമ്മൾ പറക്കും. മീൻവെൽ നമ്മുടെ ഈവനിങ് സ്നാക്സ് തന്നു കഴിഞ്ഞാൽ മണി 3 ആയത്തേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്നാക്സിലുള്ളത്. ഇതെന്താ സാധനം നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്സ്. അത് ഖട്ടാമീറ്റ് ഉണ്ട്, ഹൽദിറാംസിൻ്റെ. സെസേം ചക്കി ഉണ്ട്, സൊസൈറ്റിയുടെ ചായ ഉണ്ട്. പരിപ്പുവടയല്ല, ഇതെന്തുവടെയാണെന്ന് അറിയില്ല, ഉള്ളിവടെയാണെന്ന്. പരിപ്പുവട പോലെ തന്നെ ഉണ്ട്. പിന്നെ കെച്ചപ്പ്, പാസ് ഇതൊക്കെ ഉണ്ട്. മീൻവെൽ നല്ല മഴ തുടങ്ങി. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തിരുവള്ളൂരിൽ നിന്ന് തിരികേറ്റി വിട്ടത്. ട്രെയിൻ 109 ടാറ്റാനഗറിന്. അരക്കോണം സ്കിപ്പ്. $103 km/h സ്കിപ്പ് ചെയ്തത്. നേരത്തെ വന്ന ട്രെയിൻ ഈ സാധനം ഉണ്ടാകുന്നില്ല, ശ്രദ്ധിച്ചെങ്കിൽ. മെനുവിൽ ഇത് എഴുതിയിട്ടുണ്ട്. അവർ പ്രിൻ്റ് എടുത്തൊരു പുതിയ മെനുവിൽ അത് ഓറാക്കി വെച്ചിട്ടുണ്ട്. IRCTC വെബ്സൈറ്റിലുള്ള മെനു പ്രകാരം ജ്യൂസ് എല്ലാ ട്രെയിനും വേണ്ടതാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഇത് കൊണ്ടുവന്നത്. എന്നിട്ട് അവരുടെ മാനേജർ വന്നിട്ട് എല്ലാം സാർ അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ മെനുവിൽ അത് അങ്ങനെയാണ്, ഞങ്ങളുടെ മെനുവിൽ അത് ഇങ്ങനെയാണ്. ചെന്നൈ മധുര ഇൻ്റർസിറ്റി ഓവർടേക്ക് ചെയ്തു. നമ്മളിപ്പോൾ എവിടെയാണ്? മുകുന്ദരായപുരം കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കാട്ട്പാടിയിലേക്ക് എത്തണം. കാട്ട്പാടി നമുക്ക് സ്റ്റോപ്പില്ല. തിരുപ്പതി സൈഡിൽ നിന്ന് മെമു വരുന്നുണ്ട്. മെയിൻ ലൈൻ വഴി നേരെ സ്കിപ്പാണ് നമ്മൾ. കാട്ട്പാടിയിൽ സ്റ്റോപ്പിലത്തെ ഏക വണ്ടി ഇതാണ് നമുക്ക്. ഇപ്പം വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്യുന്നു. കാവനൂരെത്തി തോന്നുന്നു. ട്രാക്ക് വർക്ക് നടത്തുന്നു സാർ. നല്ല ക്ലൗഡിയാണ്.
നല്ല പുള്ളിലാണ് കേട്ടോ, ഒരു രക്ഷയാണ്, നല്ല പൊക്കമാണ്. അത് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് മാറി. ഇന്ന് രാവിലെ ഡബിൾ ഡക്കർ മിസ് ചെയ്തു, ഇപ്പോഴും ഡബിൾ ഡക്കറിനെ മിസ് ചെയ്തു. ഇപ്പോൾ സമയം 4:40. 4:40. സേലം എത്തേണ്ട സമയം നമുക്ക് 5:43. ഈ സേലത്തേക്ക് 127 കിലോമീറ്ററുമുണ്ട്. അപ്പോൾ എന്തായാലും സേലത്തെ കറക്റ്റ് സമയത്ത് എത്തില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. കാര്യം ഇപ്പോൾ നമ്മൾ ജോലാർപേട്ട എത്തുന്നതോടുകൂടി നമ്മൾ 130 km/h ടെറിട്ടറിയിൽ നിന്ന് ഇറങ്ങും. ജോലാർപേട്ടയിലോട്ട് കഷ്ടി ഒരു 10 കിലോമീറ്റർ നാളെ ബാക്കി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 110 km/h ടെറിട്ടറിയാണ്. 110 km/h ടെറിട്ടറിയിൽ ഓടിച്ചുണ്ടാക്കണം. 10-15 മിനിറ്റ് എന്തായാലും ഡിലേ ഉണ്ടാവും ഉറപ്പാണ്. നമ്മൾ ജസ്റ്റ് ജോലാർപേട്ടയിലേക്ക് കയറാൻ പോകുന്നു. സ്പീഡ് കുറഞ്ഞു തുടങ്ങി. 68 km/h എത്തി. ജോലാർപേട്ടയിൽ ഹൈ സ്പീഡ് സ്കിപ്പ് പറ്റില്ല. അയൽ സീറ്റിൽ നിന്നിട്ട് ഭയങ്കര തണുക്കുന്നു. കാരണം ഈ എ സിയുടെ വെൻ്റ് നേരെ മേത്തേക്ക് അടിക്കുന്നത്, തണുത്തിട്ട് വയ്യ. വിൻഡോ സീറ്റ് കല്യാണം വിൻഡോയിലോട്ട് മാറ്റി. വിൻഡോനൊക്കെ അത്ര തണുപ്പില്ല കേട്ടോ, വിൻഡോ കുഴപ്പമില്ല, അതിൽ ഭയങ്കര തണുപ്പ്. സ്പീഡ് പിടിച്ചു തുടങ്ങി. ഇതാണ് മൈസൂർ ചെന്നൈ വന്ദേ ഭാരത് 20608. സദാം റെയിൽവേയുടെ ആദ്യത്തെ വന്ദേ ഭാരതാണ്. അതിന് ട്രിപ്പിന് അടിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത്. ഓപ്പോസിറ്റ് ലൈനിൽ അതേതാ വണ്ടി? 37023 എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ്. ക്ലാസ് 96 100 km/h ഓൾമോസ്റ്റ്. 100 km/h നമ്മൾ ജോലാർപേട്ട സ്റ്റേഷൻ വഴി സ്കിപ്പ് അടിച്ചു. അടിപൊളി. ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് റണ്ണ്. നമ്മൾ ചെന്നൈ വിട്ടിട്ട് നോൺ സ്റ്റോപ്പ് പോക്കാണല്ലോ. പ്രത്യേകിച്ച് ഡോറിൽ പോയി നിന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഡോർ അടഞ്ഞ് കിടക്കുകയാണ്. സീറ്റിൽ തന്നെ ഇരിപ്പായിരുന്നു. കുറേ നേരം ഫോണിലിരുന്ന് എന്തൊക്കെയോ വീഡിയോ കണ്ടു, യൂട്യൂബ് കൊണ്ടുകൊണ്ടിരുന്നു. ബോറടിച്ചൊരു വഴിയായി. അടുപ്പോൾ റൈറ്റിലോട്ട് കയറിപ്പോയ ലൈന് എന്താണോ ഇതുവരെ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളൊരു 10-15 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഉദയ എക്സ്പ്രസ് ഒക്കെ തിരുപ്പത്തൂർ പോയി കയറി. അല്ലെങ്കിൽ സാധാരണ നമ്മളിവിടെ ജോലാർപേട്ട ബൈപ്പാസ് വെച്ചാണ് ഉദയ എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്യുന്നത്. ഉദയ എന്ന് പറയുന്നത് ബാംഗ്ലൂർ കോയമ്പത്തൂർ ഡബിൾ ഡക്കർ. നമ്മളതിന് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമ്മളന്ന് ഇവിടെ വെച്ച് ഈ ടേണിങ്ങിൽ വെച്ചായിരുന്നു ഓവർടേക്ക് ചെയ്തത്. തിരുപ്പത്തൂർ ബൈപ്പാസ് ലൈനിൽ വെച്ചാണ് ഓവർടേക്ക് ചെയ്തത്. ഇനിയിപ്പം ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് അവൻ തിരുപ്പത്തൂർ സ്റ്റേഷനിൽ കയറി. സ്റ്റേഷൻ വിട്ടിട്ടുണ്ടാവും മിക്കവാറും. ഇവിടെ റൈറ്റ് സൈഡിൽ താഴെക്കൂടെ തിരിഞ്ഞു പോകുന്നതാണ് ബാംഗ്ലൂർ ലൈന്. ഈ മുകളിലോട്ട് റാമ്പ് കയറി പോകുന്നത് സേലം സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ്. നമ്മളിന്ന് രാവിലെ ഈ റാമ്പ് വഴിയായിരുന്നു വന്നത്. അത് ധൻബാദ് ആയിരിക്കണം. 37780 ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്. ഉദയ എക്സ്പ്രസ്സിന് തിരുപ്പത്തൂർ ഇട്ടിട്ടുണ്ട്. ഇതാണ് ബൈപ്പാസ് ലൈന്. ഇതുവരെയാണ് ഉദയ എക്സ്പ്രസ് ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ തിരുപ്പത്തൂർ സ്റ്റേഷനാണ്. തിരുപ്പത്തൂർ സ്റ്റേഷൻ തൊട്ട് മുമ്പ് വെച്ച് നമ്മൾ സേലം ഡിവിഷനിലേക്ക് കയറും. കുറച്ചും കൂടി മുന്നിലായിട്ട് നമ്മൾ സേലം ഡിവിഷനിലേക്ക് കയറും. ഇതെവിടെ നമ്മുടെ സേലം ഡിവിഷനാണ്. തിരുപ്പത്തൂരെത്തി. അതാ കിടക്കുന്നത്. ഇതാണ് കോയമ്പത്തൂർ പോകുന്ന ഉദയ എക്സ്പ്രസ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ വന്ദേ ഭാരത് 2 ഡയറക്ഷനിൽ ഉദയ ഓവർടേക്ക് ചെയ്യും. കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് വരുമ്പോൾ ഉദയനെ ഓവർടേക്ക് ചെയ്യും, തിരിച്ചു പോകുമ്പോൾ ഉദയനെ ഓവർടേക്ക്.
മേക്കപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ഓടിയെത്തില്ല, എന്തായാലും ടൈമിന് എന്തായാലും എത്തില്ല, ലേറ്റ് ആവും. പക്ഷെ എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. സമയം 5:28. നമുക്കിനി 58 കിലോമീറ്റർ കൊണ്ട് സ്ഥലത്തേക്ക്. എന്തായാലും ഓൺ ടൈം എത്തില്ല. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും സ്ഥലത്ത്. ബൊമ്മടി സ്റ്റേഷൻ അടുത്തു. സേലത്തിന് മുമ്പുള്ള ചെറിയ ഗാർഡ് സെക്ഷനിൽ കൂടെ പോകണം. ആ ഗാർഡ് സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്പീഡ് പിടിച്ച് ഡാനിഷ് പേട്ട സ്റ്റേഷനായിരിക്കണത്. നമുക്കിനി 23 കിലോമീറ്റർ ഉണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന പെണ്ണുമ്പിള്ള ചെയ്യുന്ന പരിപാടി കണ്ടോ? അവരവരെ വേസ്റ്റ് മൊത്തം സീറ്റിനിടയിലോട്ട് തള്ളി വെച്ചുകൊണ്ടിരിക്കുക. കാരണം മൊത്തം സീറ്റിനിടയിലോട്ട് തള്ളിക്കൊണ്ടിരിക്കുക. അവർ കഴിക്കുക, അതിനിടയിലോട്ട് ഇടുക, കഴിക്കുക, അതിനിടയിൽ നിന്ന് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുക. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യർ ചെയ്യാൻ തുടങ്ങി എങ്ങനെയാ ശരിയാവുക നാട് അല്ലേ? എക്സ്പ്രസ് ആയിരുന്നു, പാർട്ടി അടിച്ചു പോയി. അപ്പോൾ നമ്മൾ സേലം ജംഗ്ഷനിലേക്ക് എടുക്കുക. അപ്പുറത്തുനിന്ന് വരുന്നത് ഒരു മറ്റേ ഓമല സൈഡിൽ നിന്ന് ലൈനാണ്. Please remember to take all your belongings with you. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള വന്ദേ ഭാരത് ഈ സമയത്ത് ഇവിടെ എത്തണമായിരുന്നു. പക്ഷേ അതിന് അവർ മാഗ്നസൈറ്റ് ജംഗ്ഷൻ, ബൈപ്പാസ് ജംഗ്ഷൻ അവിടെ തന്നെ, അതായത് ഓമല്ലൂർ കഴിഞ്ഞിട്ടുള്ള സിഗ്നൽ തന്നെ പിടിച്ചിട്ടില്ല. കാര്യം നമ്മളാണ് ശരിക്കും ആദ്യം പോകേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് വണ്ടി പോകേണ്ടത്. നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷനിലേക്ക് കയറുന്നു. ആ റിഫ്ലക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് കൈ വെച്ച് നോക്കിയതാണ്, ശരിയായില്ല. സമയം 6:05. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് ലേറ്റാണ്. ഇത് മൊത്തം ഇനി റണ്ണിങ്ങിന് മേക്കപ്പ് ചെയ്യും. 8:15 കോയമ്പത്തൂർ ഷെഡ്യൂൾ ടൈം. 8:15 കോയമ്പത്തൂർ എത്തിയാൽ മതിയായിരുന്നു. കാര്യം എനിക്ക് 9:30 കോയമ്പത്തൂരിന് കണക്ഷൻ ബസ്സുണ്ട് നാട്ടിലേക്ക്, ഐ മീൻ പെരിന്തൽമണ്ണയിലേക്ക്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ബസ് മാറി കയറി പോകണം. ഇവിടെ നേരെ മുന്നിലുള്ള ഈ കടയുണ്ടല്ലോ, ഇവിടെ നല്ല അടിപൊളി ഫിൽട്ടർ കോഫി കിട്ടും. നമുക്കൊരു സമയമില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ കയറുകയെന്ന് തോന്നുന്നു. നമുക്കുള്ളതാണോ മറ്റേ ബാംഗ്ലൂർ വണ്ടികളാണോ അറിയില്ല കേട്ടോ. ഡോഡ് വന്നിട്ടില്ല. അപ്പോൾ 6:05 നമ്മളെത്തി. 6:05 നമ്മൾ സേലം എത്തി. ഫുഡ് നമുക്കുള്ളതാണ്, നമ്മുടെ വണ്ടിയിലോട്ടും കയറി. ഫുഡ് ബാക്കിൽ എന്താ കയറ്റുന്നു? ഫുഡ് കണ്ടോ? ഫുഡ് കയറ്റുന്നുണ്ടോ അവിടെ? ആ കയറ്റുന്നത് നമ്മുടെ ഡിന്നറാണ്. ക്രൂ ചേഞ്ചോ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് ഇവിടെ ആൾ സിഗ്നലായി കഴിഞ്ഞു. സമയം 6:06.
നമ്മൾ ഉടനെ വിട്ട് പോകും, കാരണം സിഗ്നലായി കഴിഞ്ഞു. നമ്മുടെ തൊട്ട് പുറകെ നമ്മുടെ മറ്റവൻ വരും, ബാംഗ്ലൂർ കോയമ്പത്തൂർ വന്ദേ ഭാരത് വരും. ഞാൻ പറഞ്ഞ പോലെ അതിനെ മാഗ്നസൈഡ് ജംഗ്ഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ് അവർ നമുക്ക് വേണ്ടി. സമയം 6:07 ഇതുവരെ എടുത്തിട്ടില്ല അവർ. എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഡോർ അടയാനുള്ള ലൈറ്റ് കത്തി. ഇപ്പോൾ ഡോർ അടയും. 6:07 ഡോർ അടഞ്ഞു. നമ്മളിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പോൾ 8 കാർ അല്ലല്ലോ, നമ്മളന്ന് കോലാപ്പൂർ പോയത് 8 കാർ അല്ലേ? അതെ, കോലാപ്പൂർ പോയത് 8 കാർ. അപ്പോൾ നമ്മളങ്ങനെ എടുത്തു. സദേൺ റെയിൽവേയിൽ ഇപ്പോൾ 2 8 കാർ, 2 അല്ല 3 8 കാർ ഉണ്ട് സദേൺ റെയിൽവേയിൽ. ചെന്നൈ വിജയവാഡയും പിന്നെ കോയമ്പത്തൂർ ചെന്നൈ, കോയമ്പത്തൂർ ബാംഗ്ലൂർ. കോയമ്പത്തൂർ ചെന്നൈ നല്ല പെർഫോമൻസാണ്, അടിപൊളി പെർഫോമർ വണ്ടിയാണിത്. ഇതിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്, എപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരു വണ്ടിയാണിത്. പിന്നെ ദീപാവലി ദിവസമായതുകൊണ്ട് മാത്രം ടിക്കറ്റ് കിട്ടിയത്. പറക്കി പുറത്തിറങ്ങിയതാ. അപ്പം നേരെ ഇരുട്ടി തുടങ്ങി. 10 രൂപ വെച്ച് മാനേജ് ചെയ്താണ് ഈ വിഷ്വൽസ് എടുക്കുന്നത്. ഇരുട്ടായി കഴിഞ്ഞു. നമ്മളിപ്പോൾ സേലത്തുനിന്ന് പുറപ്പെട്ട ഉടനെ നമ്മൾ പറക്കാൻ തുടങ്ങി കഴിഞ്ഞു. നമ്മൾ 106 km/h അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി 56 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അടുത്ത സ്റ്റോപ്പിലോട്ട്. നമ്മൾ ഈറോഡ് എത്ര സമയം 6:37 ആയിരുന്നു. 6:37 എന്തായാലും എത്തില്ല, പക്ഷേ ഒരു 6:45 ആകുമ്പോഴേക്കും നമ്മൾ എത്തുമായിരിക്കും. നമ്മുടെ ഡിന്നർ സേലത്തുനിന്നാണ് ഇപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ട്. സേലത്തുനിന്നായിരുന്നു ഫുഡ് ലോഡ് ചെയ്തത്. സേലത്തെ ഫുഡ് എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇന്ന് കഴിക്കുമ്പോൾ അറിയാം. വളരെ ചെറിയ വെളിച്ചത്തിൽ കാണാൻ പറ്റും. നമ്മൾ ഈറോഡ് സ്റ്റേഷനിൽ കയറി. എല്ലാ സ്ഥലത്തും ചുറ്റും ചാറ പറയുന്ന പടക്കം പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈറോഡ് ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6:53. അപ്പം അങ്ങനെ 6:53 നമ്മൾ ഈറോഡ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രൂ ചേഞ്ച് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു വണ്ടിക്ക്. നമ്മളങ്ങനെ ഈറോഡ് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്യുന്നത് പറയുമ്പോഴേക്കും ഡോർ അടഞ്ഞു. സമയം 6:56. ക്രൂ ചേഞ്ച് ഇല്ല കേട്ടോ, ത്രൂ. പ്ലാറ്റ്ഫോമിൽ സ്പീഡ് റെസ്ട്രിക്ഷൻ തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണല്ലോ പോകുന്നത്. ഇവിടെ തന്നെ നിർത്താത്ത വണ്ടികളൊന്നുമില്ല, എല്ലാം ഇവിടെ നിർത്തിയേ പോകുള്ളൂ. അങ്ങനെ ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇങ്ങനെ ഈറോഡിൽ നിന്ന് പുറപ്പെട്ടത് ഡിന്നർ സർവീസ് തുടങ്ങി. നോൺ വെജ് ഒന്നും ആദ്യം കൊടുത്തു പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് വന്നു. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് കയറ്റിയിരിക്കുന്ന സേലത്തു നിന്നാണ്. സ്റ്റിക്കറുണ്ട്. സേലം ബേസ് കിച്ചണിലാണ് കയറ്റിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ ഇതിനകത്തുള്ളത്. ഒരു റൈസ് ഉണ്ട്. ഇത് പ്ലെയിൻ റൈസ് അല്ല, സാമ്പാറുണ്ട്. ഒരു വെജ് കറി, മിക്സ്ഡ് വെജിറ്റബിൾ കറിയുണ്ട്. പിന്നെ ക്യാബേജും പട്ടാണിയും കൂടെ ഉള്ളൊരു ഡ്രൈ ഉണ്ട്. തൈരുണ്ട്. മദേഴ്സ് ഡയറിയുടെയാണ്. ചപ്പാത്തി ഉണ്ട് 2 കണ്ടിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. പിന്നെ മില്ലറ്റിൻ്റെ ലഡ്ഡു. ഇതാണ് ഇന്നത്തെ ഇതായിട്ട് എന്താ പറയുന്നത്, ഡെസേർട്ട് ഐറ്റം.
കഴിച്ചു നോക്കട്ടെ കേട്ടോ. സാമ്പാർ കൊള്ളാം. വെജ് കുറുമ അടിപൊളി, അസാധ്യം, സൂപ്പറായിട്ടുണ്ട്. ചപ്പാത്തി കൂട്ടി കഴിച്ചു നോക്കട്ടെ. ഫാബുലസ്, സൂപ്പറായിട്ടുണ്ട്, നല്ല ഫുഡാണ് ഇത്. ഈ റൈസിനകത്ത് കശുവണ്ടി ഒക്കെ ഉണ്ട് കണ്ടോ. അതായത് ഇത് ഈ റൈസ് കൊണ്ട് ഉദ്ദേശിച്ച് ഗീ റൈസാണെന്ന് തോന്നുന്നു. ഗീ റൈസും സാമ്പാറും ആയി എന്താ കോമ്പിനേഷൻ. സംഭവം കൊള്ളാം, ആക്ച്വലി നല്ല സ്വാദം. അപ്പം അങ്ങനെ നമ്മൾ തിരുപ്പൂരിലേക്ക് എത്തുന്നു. സമയം 7:32. സമയം 7:32. 7:32 നമ്മൾ തിരുപ്പൂരിലെത്തി. നമ്മളെനിക്കൊന്ന് പെട്ടെന്ന് വിട്ടു പോകും തോന്നുന്നു. നമുക്കിനി ഒരു 50 കിലോമീറ്ററും കൂടി ബാക്കിയുണ്ട്. 50 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും. ഇവിടുന്ന് സ്റ്റാർട്ടറൊന്നും കാണാൻ വയ്യ. എന്തായാലും ഇതിൽ താമസം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. കാര്യം ഇവിടെയൊക്കെ ഇറങ്ങാൻ മാത്രം ആൾക്കാരില്ല, കയറാൻ ആരുമില്ല. ഫുൾ ഡീബോർഡിങ് മാത്രമേ ഉള്ളൂ. സ്റ്റേഷനിൽ അടിപൊളി തിരക്ക്. ദീപാവലിയുടെ പടക്കങ്ങൾ ചുറ്റും പൊട്ടുന്നുണ്ട്. എനിക്ക് ദീപാവലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാർ തിരക്ക് തുടങ്ങിയെന്ന് തോന്നുന്നു. നല്ല തിരക്കാണ് സ്റ്റേഷനിൽ. ഉണ്ട് ഇവിടുത്തെ എൻട്രൻസിലൊക്കെ ആൾ കുട്ടികൾ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഡോറടഞ്ഞു. സമയം 7:34. ഇനി നമുക്ക് 50 കിലോമീറ്ററും കൂടെ ഓടാനുണ്ട്. 3/4 മണിക്കൂറല്ല, 40 മിനിറ്റ്, 41 മിനിറ്റ് സമയമുണ്ട്. 50 കിലോമീറ്റർ ദൂരമുണ്ട്. ഡൂവബിളാണ് തീർച്ചയായിട്ടും. കാരണം അങ്ങോട്ട് ഫുൾ ലെങ്ത് 110 kmph ടെറിട്ടറിയാണ്. എൻ്റെ ഓർമ്മയിൽ എവിടെയും സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം വേണം. അത് കഴിഞ്ഞാൽ പിന്നെ അടിച്ച് പറത്തി നമുക്ക് പോവാം. നമുക്ക് ഏകദേശം കോയമ്പത്തൂർ ഹോം കടന്ന് കോയമ്പത്തൂർ പ്ലാറ്റ്ഫോമിലോട്ട് കയറുന്ന മാത്രം പിന്നെ ഒരു ചാലഞ്ചായിട്ടുള്ളൂ. അതുവരെ നമുക്ക് അടിച്ച് പറത്തി നമുക്ക് പോകാൻ പറ്റും. ഞാനിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് KSRTCയുടെ പുതിയതായിട്ട് ആരംഭിച്ച കോയമ്പത്തൂർ കാസർഗോഡ് സൂപ്പർ ഡീലക്സ് ബസ്സിനാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ദീപാവലി ദിവസമൊക്കെ ആയതുകൊണ്ട് ബസ്സിനെടുത്ത് നല്ല തിരക്കുണ്ടാവും. അതുമാത്രമല്ല കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ പാലക്കാട് പോയി പാലക്കാട് നിന്ന് രാത്രിയിൽ പിന്നെ ഒരു ബസ് പിടിച്ച് അതൊക്കെ ഭയങ്കര തലവേദനയാണ്. അപ്പോൾ ആ തലവേദന അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരെ ഒന്ന് റിസർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓടിപ്പിടിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സിംഗനല്ലൂർ എത്തുന്നു. നമുക്കിനി അധികം ദൂരം, നമുക്കൊരു 14 കിലോമീറ്റർ ഉണ്ട്. മണി ഇപ്പോൾ 8 കോയമ്പത്തൂർ നോർത്ത് ജംഗ്ഷൻ ഔട്ടർ ഹോം സിഗ്നൽ വരെ നമുക്ക് ഏകദേശം നല്ല സ്പീഡിൽ പോകാൻ പറ്റും. സിംഗനല്ലൂർ സ്റ്റേഷൻ വഴി റൺ ത്രൂണിപ്പോൾ നമ്മൾ നോർത്ത് സ്റ്റേഷനിലെത്തി. നോർത്ത് സ്റ്റേഷനിൽ. അപ്പോൾ അങ്ങനെ 8:16 നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 മിനിറ്റ് ലേറ്റ്. എന്നാൽ പിന്നെ നമുക്ക് ഇതൊക്കെ ഇറങ്ങിയേക്കാം. ഇപ്പോൾ സമയം 8:16. നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തി. 1 മിനിറ്റ് ലേറ്റായിട്ടാണ് ഈ യാത്ര അവസാനിച്ചിരിക്കുന്നത്. ഈ വണ്ടി സ്ഥിരമായിട്ടൊരു പ്ലാറ്റ്ഫോം 1-ലാണ് കൊണ്ടുവരാറ്. ഇന്ന് പക്ഷേ നമുക്കത് 6 കൊണ്ടുവന്നിരിക്കുകയാണ് ഇവർ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏറ്റവും ഫ്രണ്ട് വരെ നടക്കണം. ഏറ്റവും ഫ്രണ്ടിനാണ് എക്സിറ്റ്.
പരമാവധി നമുക്ക് നാട്ടിലോട്ട് പോകാൻ ഇവിടുന്ന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് വെസ്റ്റ് കോസ്റ്റ്, നമ്മൾ നേരത്തെ കോട്ടയ്ക്ക് വെസ്റ്റ് കോസ്റ്റ് ഇവിടെ ഒരു 9:30 ആകുമ്പോൾ വരും, അതിന് കയറി പാലക്കാട് ഇറങ്ങാം. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബസ്സാണ്. ഇവിടുന്ന് ഉക്കടം പോയി കഴിഞ്ഞാൽ ഉക്കടത്തുനിന്ന് ഇഷ്ടംപോലെ പാലക്കാട് ബസ് കിട്ടും. പാലക്കാട് നിന്ന് വീണ്ടും വേറെ വണ്ടി കിട്ടും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ മറ്റേ കാസർഗോഡേക്ക് പോകുന്ന സൂപ്പർ ഡീലക്സ് തുടങ്ങിയിട്ടുണ്ട് KSRTC. അത് 9:30-ക്കാണ്. അതിന് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ 12 മണി കഴിയുമ്പോഴേക്കും അത് പെരുന്തൽമണ്ണ എത്തുന്നതാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ പിന്നെ അതിൽ പോയി നോക്കാം. പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്ക്. ഏതോ വണ്ടി പ്ലാറ്റ്ഫോം 5 വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്ക് ഇവിടെ 6-ലും 5-ലും. കണ്ടിട്ട് വടക്കോട്ടിലേതോ വണ്ടി വരുന്ന പോലെ ഉണ്ട്. യാത്രക്കാരെ കണ്ടിട്ട് ഇന്നൊരു ധൻബാദ് സ്പെഷ്യൽ ലേറ്റായിട്ട് ഓടുന്നുണ്ട്. ചിലപ്പോൾ അതിനുള്ള യാത്രക്കാരായിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് വിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് നിൽക്കുന്നു. ചെന്നൈ മുതൽ കോയമ്പത്തൂർ ഒറ്റ ക്രൂ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. 1 മിനിറ്റ് ലേറ്റായിട്ട് കൊണ്ടുവന്ന് കയറ്റി. നമുക്ക് പെട്ടെന്ന് ഈ അണ്ടർപാസ് ഇറങ്ങി അങ്ങ് പോവാം. അങ്ങ് പോയിട്ട് വേണം നമുക്ക് ഗാന്ധിപുരത്തേക്ക് പോകുന്ന വഴി നോക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പുറത്തിറങ്ങി അണ്ടർസൈഡ് യാത്രക്കാരെ ഹോൾഡിന് വേണ്ടി പണിതിരിക്കുന്ന ഹോൾഡിംഗ് പ്ലേസാണിത്. ഇത് മിക്കവാറും എല്ലാ സെഷനിലും വരും എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ പുറത്തിറങ്ങി ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകുന്ന വഴി കണ്ടുപിടിക്കാം നമുക്ക്. നല്ല പുക, ശ്രദ്ധിച്ചോ? കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു, ബസ്സൊന്നും കാണാനില്ല. നമുക്കൊരു 5 മിനിറ്റ് കൂടെ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടോ എടുത്ത് സ്ഥലം കാലിയാക്കാം. കാര്യം നമുക്ക് ഒരുപാട് സമയം കളയാൻ പറ്റില്ല. ഓട്ടോ ഓടിക്കേണ്ടി വന്നില്ല, ബസ് കിട്ടി. ഒരു പ്രൈവറ്റ് ബസ് ഗാന്ധിപുരം കിട്ടി. അതിന് കയറി ഗാന്ധിപുരത്ത് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അവിടെ ചെല്ലണം. അവിടെയാണ് നമ്മുടെ SCTC ബസ് സ്റ്റാൻഡ്. അവിടെ നിന്നാണ് കേരളത്തിലേക്കുള്ള ലോങ് ഡിസ്റ്റൻസ് ബസ്സുകൾ ഒക്കെ പുറത്തുന്നത്. മറ്റേ പാലക്കാട് ഷട്ടിൽ മാത്രമേ ഉള്ളൂ ഇപ്പുറത്തുനിന്ന്. ബാക്കിയെല്ലാം ഗാന്ധിപുരം SCTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമ്മുടെ ബസ്സുകളൊക്കെ ഈ കോർണറിലുണ്ടാവുക. ഏറ്റവും ഫ്രണ്ട് കിടക്കുന്നുണ്ട് പത്തനംതിട്ട സൂപ്പർ ഫാസ്റ്റ്. അതിൻ്റെ പുറകിൽ തിരുവനന്തപുരം ഡീലക്സ്. നമ്മുടെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ കാസർഗോഡ് വണ്ടി ഇവിടെ കാണാത്തതിൻ്റെ കാരണം പിടികിട്ടി. കാസർഗോഡ് വണ്ടി ക്യാൻസലാണ്. ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് ഒരു വണ്ടിയിൽ സീറ്റ് അറേഞ്ച് തരും. പാലക്കാട് മുതൽ കാസർഗോഡ് വണ്ടി ഉണ്ടെന്നാണ്. പെർമിറ്റ് ഇല്ലാത്ത വണ്ടിയിലേക്ക് അവർ വിട്ടത്. എന്തുവരും പണി പാടി. ഡീലക്സിൽ ഒരു 2 മണിക്കൂർ സുഖമായിട്ട് കിടക്കാമല്ലോ എന്ന് വെച്ചാണ് ഡീലക്സ് ബുക്ക് ചെയ്തത്. അതും തേഞ്ഞു. അപ്പോൾ ബുക്ക് ചെയ്ത സൂപ്പർ ഡീലക്സ് ബസ് അയക്കാതെ പകരം അതിന് പുറകെയുള്ള പുനലൂർ സൂപ്പർ ഫാസ്റ്റിന് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് വിട്ട് നമ്മളെ സൗകര്യപ്രദമായിട്ട് നാട്ടിലേക്ക് കയറ്റിവിട്ടിരിക്കുകയാണ് KSRTC. അങ്ങനെ KSRTC വീണ്ടും മാതൃകയാവുകയാണ്. അല്ലാണ്ട് ഇതിനൊക്കെ എന്ത് പറയാനാ? ആ കുപ്പി നോക്കാൻ പോയ സമയത്ത് ഇതൊക്കെ ഒന്ന് നന്നാക്കിക്കൂടായിരുന്നു മന്ത്രി സാറേ. അപ്പോൾ നമ്മുടെ വണ്ടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുനലൂർ സൂപ്പർ ഫാസ്റ്റിന് കയറിയിരിക്കുകയാണ്. ഇനി പാലക്കാട് നിന്ന് വേറെ വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് തരും എന്നൊക്കെ അറിയാം. ഒരു 10-15 യാത്രക്കാരുണ്ട് ഇവിടുന്ന്. അപ്പോൾ കോയമ്പത്തൂർ ടൗണിലെ പുക പടലത്തിൽ കൂടെ നമ്മളങ്ങനെ കേരളം ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ പാലക്കാട് നിന്ന് കണക്ഷൻ ബസ് കിട്ടിയോ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഇതിനടിയിൽ തന്നെ ക്യാപ്ഷൻ ഇടാം. അപ്പോൾ ഈ വീഡിയോയിൽ അത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിടാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസ്, ഫീഡ്ബാക്ക്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. നമുക്കെന്നാൽ മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you again in a brand new video. Until then, bye-bye.